മക്കളെ, ഇന്ന് നമുക്ക് പേട് എന്ന കവിതയിൽ കവിക്ക് എഴുതുന്ന കത്ത്, ആ കവിത പഠിച്ചതിന് ശേഷം കവി സുശീൽ ശുക്ലജിയാണ് പേട് എന്ന കവിത എഴുതിയത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? കവിത പഠിച്ചതിന് ശേഷം സുശീൽ ശുക്ലജിക്ക് കത്തെഴുതുകയാണ്. അപ്പം നമുക്ക് ആ കത്തൊന്ന് നോക്കാം. പ്രിയ കവി सुशील शुक्ल जी, प्रिय कवि सुशील शुक्ल जी, नमस्ते। आपकी कविता पेड़ पढ़कर बहुत अच्छा लगा. താങ്കളുടെ കവിത പേട് വായിച്ചു വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. വളരെ നല്ല കവിതയാണ്. आपने पेड़ को एक दर्जी के रूप में प्रस्तुत करके प्रकृति को सुंदरता और उपयोगिता बहुत ही रचनात्मक ढंग से दिखाया है. ഈ വലിയൊരു സെൻറ്റൻസിനെ നമുക്ക് 2 സെൻറ്റൻസ് ആക്കാം കേട്ടോ. ഇത്ര വലുതാകുമ്പോൾ നമുക്ക് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ ഇതിനെ 2 എണ്ണം ആക്കാം. आपने पेड़ को एक दर्जी के रूप में प्रस्तुत किया है എന്ന് എഴുതാം. അപ്പോൾ ഒരു സെൻറ്റൻസ് ആയി. താങ്കൾ മരത്തിനെ ഒരു തയ്യൽക്കാരന്റെ രൂപത്തിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രസ്തുത് കിയാഹെ, ഇവിടെ കിയാഹെ എന്ന് എഴുതണേ. പ്രസ്തുത് കഴിഞ്ഞിട്ട് പ്രസ്തുത് കിയാഹെ, കീന്ന് എഴുതുക. പിന്നെ യാ, ഹേ, പ്രസ്തുത് കിയാഹെ, പിന്നെ നമുക്ക് അടുത്ത സെന്റൻസ് അത് വേണ്ട. പിന്നെ അടുത്ത സെന്റൻസ് പ്രകൃതി को सुंदरता और उपयोगिता बहुत ही रचनात्मक ढंग से दिखाया है. പ്രകൃതിയുടെ സൗന്ദര്യവും അതിൻ്റെ ഉപയോഗിതയും വളരെ രചനാത്മകമായിട്ടുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു കവിതയിലൂടെ. കവിത സേ ഹമേ पेड़ की महत्ता का एहसास हुआ और यह भी समझ में आया कि वह जीवन को कितना सुंदर और उपयोगी बनाता है. ഇതിനെ നമുക്ക് 2 സെന്റൻസ് ആക്കാം. കവിത से हमें पेड़ की महत्ता का एहसास हुआ. ഇതൊരു സെന്റൻസ് ആക്കാം കേട്ടോ. കവിതാസെ, കവിതയിൽ നിന്നും ഞങ്ങൾക്ക് പേടിക്ക് മഹത്താക്ക, പേട് മരത്തിൻ്റെ മഹത്വത്തിൻ്റെ അനുഭവം ഉണ്ടായി. അതിൻ്റെ തോന്നൽ, മരത്തിൻ്റെ മഹത്വം എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ ഈ കവിതയിലൂടെ പഠിച്ചു. और यह भी समझ में आया कि वह जीवन को कितना सुंदर और उपयोगी बनाता है. ഈ और വേണ്ട ട്ടോ. യഹ് ബി സമജ് മേ ആയാക്കി, ഇതും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. വഹ് ജീവൻ കോ കിത്തനാ സുന്ദർ, അത് ജീവിതത്തിൽ എത്രമാത്രം സുന്ദരവും ഉപയോഗി ബനാത്താ ഹെ, ഉപയോഗമുള്ളതുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മരം എന്നത് എത്രമാത്രം നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന സാധനമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്ന് പറയാണ്. ആപ്കി കവിത പ്രേരണാദായക് ഹെ, ആപ്കി കവിത പ്രേരണാദായക് ഹെ, താങ്കളുടെ കവിത പ്രേരണാദായകമായിട്ടുള്ള ഒരു കവിതയാണ്. ധന്യവാദ്. അതാണ് നമ്മുടെ സുശീൽ ശുക്ലജിക്ക് എഴുതിയ കത്ത്. ഓക്കെ, എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.